ഇതിനായിട്ട് ഞാനിവിടെ പഴുത്ത നെല്ലിക്കയാണ് എടുത്തത്. അപ്പോൾ ഇതുപോലൊരു യെല്ലോ കളറുള്ള നെല്ലിക്ക വേണം എടുക്കാനായിട്ട്. അങ്ങനെ ആവുന്ന സമയത്ത് അധികം കയ്പൊന്നും ഉണ്ടാവില്ല, നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ ഇതുപോലെ നല്ല വലിപ്പമുള്ള ഇതേ കളറിലുള്ള നെല്ലിക്ക എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിവിടെ 300 നെല്ലിക്കയാണ് എടുത്തത്. അപ്പോൾ നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഇഡ്ഡലി തട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പം അടയൊക്കെ ചൂടുന്ന അങ്ങനെ ഒരു തട്ടായാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിത് വെള്ളമൊന്നും ഇല്ലാതെ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അങ്ങനെയാവുമ്പം ഇതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതായിരിക്കും. വെള്ളത്തിൽ വെച്ചിട്ടും അങ്ങനെയും വേവിക്കാവുന്നതാണ്, പക്ഷേ അതിനേക്കാട്ടും നല്ലത് ഇങ്ങനെ ആവിയിൽ വെച്ച് വേവിക്കുന്നതായിരിക്കും. വേവിക്കാനായിട്ട് വളരെ കുറച്ച് വെള്ളം മതി. അപ്പോൾ അതൊന്ന് ചൂടായതിന് ശേഷം ഞാൻ ഈ തട്ട് ഇതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇഡ്ഡലിക്കൊക്കെ വേവിക്കുന്ന പോലെ തന്നെ വളരെ കുറച്ച് വെള്ളം എടുത്താൽ മതി. ഇതൊന്ന് മൂടി വെക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ഞാനിവിടെ 5 മിനിറ്റിലും അധികം എടുത്തുകൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയൊന്നും വേവേണ്ട ആവശ്യമില്ല, ഒരു 5 മിനിറ്റിൻ്റെ സമയം മതി. നന്നായിട്ട് വെന്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ സിറപ്പിലിട്ട് വീണ്ടും തിളപ്പിക്കുന്ന സമയത്ത് ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഒരു 5 മിനിറ്റൊക്കെ വേവിച്ചാൽ മതി എന്ന് പറയുന്നത്. ഞാൻ എന്തായാലും ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്കിതിന് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കണം. ഇതിപ്പം വേവുന്നതിന് മുമ്പേ നമുക്കിതൊക്കെ ചെയ്യാവുന്നതാണ്, പക്ഷേ സിമ്പിൾ മെത്തേഡാണ് ഞാനിവിടെ പറയുന്നത്. വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കുത്തി കൊടുക്കാൻ എളുപ്പമായിരിക്കും, പെട്ടെന്ന് തന്നെ അത് ഉള്ളോട്ട് ചെല്ലും. അതേസമയം പച്ചയാകുന്ന സമയത്ത് നമ്മളിങ്ങനെ ചെയ്യുമ്പം ടൂത്ത് പിക്കൊന്നും വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. ഒന്നിക്കൽ പപ്പടക്കോലോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ചിട്ട് കുത്തി കൊടുക്കേണ്ടി വരും. എന്തായാലും ഇത് മുഴുവനായിട്ടും ഇതുപോലൊന്ന് കുത്തി കൊടുക്കേണ്ടതാണ്. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് ശർക്കര ഒന്ന് കനിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 100 ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് കനിച്ച് ഒന്ന് ഇതുപോലെ അരിച്ചെടുക്കുകയാണ്. പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നത്. ഞാനിവിടെ 300 നെല്ലിക്കക്ക് 100 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഏത് പാത്രത്തിലാണോ സിറപ്പ് തയ്യാറാക്കേണ്ടത് അതേ പാത്രത്തിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 200 പഞ്ചസാരയാണ് എടുത്തത്. നമ്മൾ നെല്ലിക്ക എത്രയാണോ എടുക്കുന്നത് അതേ അളവിൽ തന്നെ അതിൻ്റെ മധുരവും വേണം. അപ്പോൾ അതുകൊണ്ടാണ് 200 പഞ്ചസാരയും 100 ശർക്കരയും എടുത്തിട്ടുള്ളത്. അതിലേക്കിനി പട്ട ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറിയൊരു കഷ്ണം പട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കാം, പക്ഷേ ഏലക്കായ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും. പട്ടയും ഗ്രാമ്പൂ ഒക്കെ ഇടുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഞാനിവിടെ ഒരു 4 ഗ്രാമ്പൂ ഇട്ടിട്ടുണ്ട്. ഇതിലേക്കിനി 4 ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള ശർക്കര പാനിയും കൂടി ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് നെല്ലിക്ക ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷെ ഞാൻ എന്തായാലും ഇപ്പോൾ ചേർക്കുന്നില്ല, കാരണം ഇത് നന്നായിട്ട് വെന്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ചേർക്കുമ്പം കുറച്ചുകൂടി കഴിയുന്ന സമയത്ത് അത് ഉടഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പത്തേക്ക് വെക്കുകയാണ്. നെല്ലിക്ക ഇപ്പോൾ ചേർക്കുന്നില്ല, പക്ഷെ നിങ്ങൾ 5 മിനിറ്റാണ് വേവിക്കുന്നതെങ്കിൽ ഇതിലേക്ക് നെല്ലിക്ക ചേർത്തിട്ട് വേണം അടുപ്പത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരല്പം, അതായത് ഒരു 4 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ നെല്ലിക്ക ചേർക്കണം. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് മധുരമൊക്കെ നെല്ലിക്കക്ക് പിടിക്കുള്ളൂ. ഞാനിവിടെ പറഞ്ഞല്ലോ, ഒരുപാട് വെന്ത് പോയതുകൊണ്ടാണ്. പിന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഒക്കെ കാണുമ്പോൾ ഒരു ഭംഗി കുറവ് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ടൈമിൽ നെല്ലിക്ക ചേർക്കാത്തത്. ഇതിലേക്കിനി ചെറുനാരങ്ങ നീര് ചേർക്കണം.
അത് വളരെ കുറച്ച് മതി. കാരണം ഷുഗർ ക്രിസ്റ്റലൈസ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഇതുപോലെ മധുരത്തിൻ്റെ കൂടെ ചെറുനാരങ്ങ നീര് ചേർക്കുന്നത്. അപ്പം ഒരുപാടായി കഴിഞ്ഞാൽ അതിൻ്റെ പുളിപ്പായിരിക്കും, പിന്നെ നമുക്ക് അത്ര വിചാരിച്ച ഒരു ടേസ്റ്റ് കിട്ടണമെന്നില്ല. ഒരുപാട് പുളിപ്പായി കഴിഞ്ഞാൽ മധുരം ഉണ്ടാവാതെ നമുക്ക് നെല്ലിക്ക കഴിക്കാനേ പറ്റില്ല. അതുകൊണ്ട് വളരെ കുറച്ച് മതി. അപ്പോൾ അതിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല. ഒരു മീഡിയം സൈസ് നാരങ്ങയുടെ പകുതിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എല്ലാ നാരങ്ങയും ഒരേ ഇതാവണമെന്നില്ല, ചിലത് പുളിപ്പ് കുറവുള്ളതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ട് എടുക്കുക. ഞാനിത് തിളയ്ക്കുന്ന സമയത്ത് നെല്ലിക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിൽ കിടന്ന് കുറുക്കി എടുക്കണം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നാരങ്ങയുടെ കളറൊന്ന് ചേഞ്ച് ആയിട്ട്, അതായത് ഒരു ബ്രൗൺ കളറൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ നെല്ലിക്ക റെഡി ആയിട്ടുണ്ട്. ഞാൻ എന്തായാലും അടുപ്പത്തു നിന്ന് മാറ്റിയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം. ഇപ്പോൾ ക്യാമറയിൽ കാണുന്ന സമയത്ത് നല്ല ഡാർക്ക് കളറാണ്, പക്ഷേ ഇത്രയൊന്നുമില്ല കേട്ടോ. ഒരു ബ്രൗൺ കളറിലാണ് നമുക്ക് നെല്ലിക്ക കിട്ടിയിട്ടുള്ളത്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാനപ്പോൾ ഓരോന്നായിട്ട് ഇത് പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതാ കാണുമ്പോൾ തന്നെ അറിയാം, ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഇപ്പം തന്നെ ഇത് കഴിക്കാവുന്നതേ ഉള്ളൂ. സാധാരണ നമ്മൾ നെല്ലിക്ക ഇങ്ങനെയൊക്കെ തേനിലിട്ട് വെക്കുന്ന സമയത്ത് 1-2 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് കഴിക്കുക. അപ്പോഴേക്കുമാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. പക്ഷേ ഇത് ഇപ്പം തന്നെ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. കാരണം നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാവുന്നതാണ്. ഞാനെന്തായാലും ഇത് 2 ദിവസത്തേക്കൊന്നും വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ വീഡിയോ എടുത്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഇത് പാത്രം കാലിയാക്കാനായിട്ട് ആൾക്കാർ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ, എങ്ങനെയുണ്ട് സംഭവം എന്നുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ ലൈക്ക് ചെയ്യണേ. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.